നാട്ടുകാരിതറിഞ്ഞാൽ എന്റെ മാനം, ഞാൻ ഇത്ര നാൾ ഉണ്ടാക്കിയെടുത്ത എന്റെ പേര് എല്ലാം പോവും. പ്ലീസ്. എമ്പുരാൻ സിനിമാ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ. ഇനി ആവർത്തിക്കില്ല. മാപ്പ് മാപ്പ് മാപ്പ്. നമുക്കറിയാവുന്ന മാർഗങ്ങൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നത്. അതിന് കൊടുക്കണം പൈസ. സിനിമയിലെ രാഷ്ട്രീയ സാമൂഹിക പ്രമേയം ചിലർക്ക് വിഷമമുണ്ടാക്കിയതായി അറിഞ്ഞു. ശംഭോ മഹാദേവ. ഈ തടി ഇവിടത്തെ ചോറാടാ. ഇവിടത്തെ കപ്പിത്തന്മാരാരെങ്കിലും നാച്ചിക്കണ കണ്ടാ എനിക്ക് സഹിക്കില്ലടാ. സിനിമ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് തന്റെ കടമയാണ്. പക്ഷേ വളരെ കുറച്ച് നല്ല ക്വാളിറ്റീസേ എനിക്കുള്ളൂ. അതിലൊന്നാണ് വന്ന വഴി മറക്കാതിരിക്കുക. പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ തനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. എന്നാ പിന്നെ നിനക്ക് ആദ്യം പറയായിരുന്നില്ലേ? ഇത്തിരി കടന്ന കയ്യാന്ന് എനിക്കറിയാം. വേറെ വഴിയില്ലാത്തതുകൊണ്ട്. വെരി ഗുഡ്. അപ്പൊ പ്രശ്നമല്ല, സോൾവ് ആയി കാണുമല്ലേ? ഇല്ല, കൂടുതൽ ഗുരുതരമായിരിക്കുക. മോനെ ആനന്ദ, ഏത് മുറിവും ഉണങ്ങാനുള്ള മരുന്ന് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ പൃഥ്വിരാജ് ഉൾപ്പെടെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. സമാധാനമായല്ലോ. നീ എന്റെ ശിഷ്യൻ തന്നെയാണടാ. ഇത്ര പേടിത്തൊണ്ടനാണോ നമ്പിയേട്ടൻ? മതിച്ചു വരുന്ന മതയാനയുടെ മുമ്പിൽ മസിൽ വരയ്ക്ക് കയറി നിൽക്കുന്ന ധീരതയല്ല, ഇവരൊക്കെയാണ് കുട്ടി. എമ്പുരാനിലെ വിവാദ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നതിൽ മുരളി ഗോപിക്ക് അതൃപ്തി. ഇവന്റെ ഒക്കെ കൂടെ ചേരണ്ടാൻ നിൽക്കണ എന്നെ ചവിട്ടാൻ ആളില്ലാഞ്ഞിട്ടാണ്. മോഹൻലാലിന്റെ ഖേദപ്രകടനം പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തെങ്കിലും പോസ്റ്റിനെ പാടെ അവഗണിച്ചാണ് മുരളി ഗോപിയുടെ മൗനം. ഈ ചീപ്പ് പരിപാടിക്ക് കൂട്ടുക എന്നെ കിട്ടില്ല. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. മൗനം പോലും നമുക്കൊരു രാഷ്ട്രീയമായി കാണണം. അത് മൗനത്തിലൂടെ അദ്ദേഹം പ്രതിഷേധിക്കണം. ഞാൻ ഈടെ ഈ നട്ടൽ വളയ്ക്കാറില്ല. ഇതുകൊണ്ടുണ്ടാകാവുന്ന ഗുണവും ദോഷവും ഞാൻ അനുഭവിച്ചോളാം. മോഹൻലാലിനോ പൃഥ്വിരാജിനോ എതിരെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മുരളി ഗോപി പ്രതികരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയോ. പക്ഷേ കൃത്യമായും മോഹൻലാലിന്റെ പോസ്റ്റ് ഷെയർ ചെയ്യാത്തത് അതൊരു പ്രതിഷേധം തന്നെയാണ്. ഖേദം പ്രകടിപ്പിക്കാത്തത് അദ്ദേഹത്തിന്റെ നിലപാട് തന്നെയാണ്. കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. എന്റെ ആത്മകഥ വാരികയിൽ ഗണ്ടച്ച പ്രസിദ്ധീകരിക്കും. അപ്പൊ വായിച്ചു നോക്കിയാൽ എന്റെ മകൻ ചതിച്ചു എന്നും പറഞ്ഞിട്ട് ഇന്നലെ മേജർ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് വലിയ വിഷമം തോന്നി. ശുദ്ധ നുണയാണ് അദ്ദേഹം എഴുതിയത്. നീ ആള് കൊള്ളാമല്ലോടാ അപ്പക്കാളെ. ഞാളെ ചെറിയ ബുദ്ധി തോന്നിയതാണ്. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതൊരു പ്രിവ്യൂ ഉണ്ടായിരുന്നില്ല, ആർക്കും കാണാൻ പറ്റിയില്ല. പക്ഷേ ഷൂട്ടിംഗ് നടക്കുമ്പോൾ എല്ലാം കണ്ട വ്യക്തിയാണ് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. മോഹൻലാലിന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് ഒരു രക്ഷകനായി മാറാൻ ചമഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. മുകുന്ദ എല്ലാം നിനക്ക് വേണ്ടിയാണ്ട, നിനക്ക് വേണ്ടി മാത്രം. വിശ്വനാഥ, വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. ഭയപ്പെടാതിരിക്കും. ഞാനൊരു പൊളിറ്റിക്കൽ ചാണക്യനാണ്. ഏതായാലും മോഹൻലാൽ പറഞ്ഞിട്ടില്ല പൃഥ്വിരാജ് ചതിച്ചെന്ന്, ആന്റണി പെരുമ്പാവൂറും പറഞ്ഞിട്ടില്ല ചതിച്ചെന്ന്. ആ ബോംബെക്കാരന്റെ ധാരണ എന്താ? കേട്ടോ പെങ്ങളെ, ഇവനൊരിത്തിരി കള്ളത്തരമുണ്ട്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ.